നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തെക്കുറിച്ചും കർക്കിടക മാസങ്ങളിൽ നമ്മൾ വീടുകളിൽ ആചരിച്ചു പോരുന്ന പല ആചാരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇത്തരം ആചാരങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ ഇത്തരം ആചാരങ്ങളെല്ലാം വിശ്വാസപ്രകാരം മാത്രമല്ല, സയന്റിഫിക്കലി കൂടി നമ്മുടെ വീടിനും ചുറ്റുപാടിനും ശരീരത്തിനും മനസ്സിനും എല്ലാം ഉന്മേഷവും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ ദിനചര്യകളെക്കുറിച്ചും കർക്കിടക മാസത്തിൽ ആചരിച്ചു പോരുന്ന പല ആചാരങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മളിൽ പലർക്കും ഇന്ന് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പഴമക്കാരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. പണ്ട് നിലനിന്നിരുന്നു പോരുന്ന ഇത്തരം നല്ല ആചാരങ്ങളെ നമുക്ക് ഇനിയും നിലനിർത്തി കൊണ്ടുപോകാൻ പഴമക്കാരുടെ ഈ വാക്കുകൾ നമുക്ക് സഹായകരമാകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കർക്കിടകം പറക്കണതിൻ്റെ മുമ്പത്തെ കാര്യം പറയേണ്ടത്. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പറയട്ടെ, ശ്രീ ഭഗവതി വരുന്ന മാസമാണ്. ഈ ശ്രീ ഭഗവതി വരുമ്പോൾ ചേട്ടാ ഭഗവതി എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതിയുടെ ജ്യേഷ്ഠത്തിയാണ്. അത് നമ്മളെ നല്ല കാര്യം ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അവരെ പുറത്തേക്കാണ്ടാക്കും. എന്നിട്ട് ശ്രീ ഭഗവതി ഇങ്ങോട്ട് വരിക. അതിനാണ് കർക്കിടക മാസം സംക്രാന്തി തൊട്ടിട്ടാണ് അവർ വരിക. ലക്ഷ്മി ദേവി വരിക നമ്മളെ വീട്ടിലേക്ക്. സംക്രാന്തി പറയുമ്പോൾ തലേ ദിവസം അല്ലേ? ഇന്ന് വൈകുന്നേരം വരും 36. ആ വൈകുന്നേരം വരുന്ന ദിവസത്തേക്ക് ആ വിളക്ക് നമ്മളെ കൊളുത്തി കാണിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ചേട്ടാ ഭഗവതിയെ നമ്മൾ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് തിരി എടുത്തിട്ട് വീട് ഒഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വടക്ക് വശത്തേക്ക് തൂക്കണം. എന്നിട്ട് ആ കിണ്ടി മോറി കാലും കൈയൊക്കെ മുഖമൊക്കെ കഴുകി വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നതിൻ്റെ ശേഷം വിളക്കൊക്കെ കൊടുക്കുക. മനസ്സിലായില്ലേ? അതാണ് സംക്രാന്തിയുടെ മാഹാത്മ്യം. പിന്നെ 1-ാം തീയതി ഈ ദശപുഷ്പങ്ങളൊക്കെ വേറെ 2 സാധനം കൂടി മണ്ണിൽ ഉരുട്ടിയിട്ട് പെരക മുകളിലേക്കിടും. കണ്ടിട്ടില്ലേ? ദശപുഷ്പങ്ങൾ 10 കൂട്ടം പറയട്ടെ. പൂവാങ്കുറുന്നല, മുക്കൂറ്റി, പൂവാങ്കുറുന്നല, മുക്കൂറ്റി, കൃഷ്ണക്കണാഞ്ചി, മോക്ഷമി, ഉഴിഞ്ഞ, ചെറുള, കറുക, നെൽപ്പന, പിന്നെ തിരുതാളി, പിന്നെ പൂവാങ്കുറുന്നല പറഞ്ഞു, മുക്കൂറ്റി, അങ്ങനെ 10 കൂട്ടം. അങ്ങനെ അതിനൊക്കെ ഓരോ മാഹാത്മ്യങ്ങളുണ്ട്. അത് പറയണം. പറഞ്ഞോളൂ. പിന്നെ ആദ്യം എന്തേ പറഞ്ഞ് പൂവാങ്കുറുന്നല്ലേ? പൂവാങ്കുറുന്നല പിന്നെ വെച്ചാൽ പണക്കാരാവും. പഠിപ്പരയും കൂടി പൊന്നാവും എന്നാ പറയാം. പൂവാങ്കുറുന്നല ചൂടിയവരുണ്ടോ? ഉണ്ടേ ചോദിച്ചാൽ പഠിപ്പര പൊന്നല്ലേ എന്നാ പറയാം. മുതലുണ്ടോ? രണ്ടാമത് പറഞ്ഞതോ അതിലുണ്ടോ? പറയട്ടെ. കറുക ചൂടിയ പഷ്ണി ഉണ്ടാവില്ല. ചെറുള ചൂടിയ ആയുസ്സുണ്ടാവും. നെൽപ്പന ചൂടിയാൽ വീട് മുഴുവനെ നല്ല ഉണ്ടാവും. നെൽപ്പന 4. പിന്നെ കൃഷ്ണക്കണാന്തി ചൂടിയ കൃഷ്ണൻ്റെ സാദൃശ്യവും. മോക്ഷമി ചൂടിയ മോക്ഷം ഉണ്ടാവും. തിരുതാളി ചൂടിയാൽ വീടൊക്കെ നന്നായി നമ്മൾ പിന്നെ നല്ല ഭംഗിയിൽ കൊണ്ടെടുക്കാൻ സാധിക്കും. പിന്നെ മുക്കൂറ്റി ചൂടിയാൽ നല്ല വിശേഷ വസ്ത്രങ്ങൾ കിട്ടും. മുക്കൂറ്റി. പിന്നെ 2 കൂട്ടം ഉണ്ടാവുക. ചെറുള പറഞ്ഞില്ലേ? പിന്നെ ഉഴിഞ്ഞ ചൂടിയാൽ പഷ്ണി ഉണ്ടാവില്ല. ഉഴിഞ്ഞട ഈ പുത്തരിക്കൊക്കെ ഉഴിഞ്ഞട വള്ളി കൂട്ടിയിട്ടാണ് പാത്രം വാങ്ങുക. അപ്പോൾ ഉഴിഞ്ഞ. പിന്നെ മറ്റേതേ പറഞ്ഞ ഒന്നുകൂടി ഉണ്ടല്ലോ. ഈ കഞ്ഞുണ്ണി ചൂടിയാൽ നമുക്ക് എന്നും തണുപ്പ് തരും. കഞ്ഞുണ്ണി തലയ്ക്കും ദേഹത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ കഞ്ഞുണ്ണി. അപ്പോൾ 10 കൂട്ടായി കേട്ടോ. ശരിയായില്ലേ? ഇനി എന്താ പറഞ്ഞ ദശപുഷ്പങ്ങൾ മണ്ണിലുരുട്ടിയിട്ട് ദശപുഷ്പം ഈ 10 കൂട്ടം എടുക്കുക. എന്നിട്ട് ഒരു മഞ്ഞൾ വേരോട് കൂടി പറിക്കുക. ചെറുത്
പിന്നെ അതുപോലെ താളും ഒരു മരുടോട് കൂടി പറിക്കുക. എന്നിട്ട് ഇത് ആ ഒരു 10 കൂട്ടം ഈ ഇതിൽ കൂട്ടി വെച്ചിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ആക്കണം. അങ്ങനെ അതിനൊക്കെ കൂടി ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അതൊക്കെ മേപ്പിട്ട് കാണണം. നമ്മൾ വെച്ചതൊക്കെ മേപ്പിട്ട് കാണണം. എന്നിട്ട് അതിനെ പെരയുടെ മുകളിലേക്ക് ഇടാം. എന്നാൽ പെരയൊക്കെ നന്നാവും, അതൊരു ബുദ്ധിമുട്ടും വരില്ല. അങ്ങനെ കേട്ടിട്ടില്ലേ? പെരയിലിടാണ്ടാക്കുക, പേരും കൂടി പറയില്ല പണ്ടുള്ളവർ. പെരയിലിടാണ്ടാക്കിയെന്നാ ചോദിക്കുക, കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് പെരയിൽ നടാന്നാ പറയുക. പെര നന്നാവാനാണ് അത്. ഒരു കൊല്ലത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കഞ്ഞി കുടിക്കുക, അത് നമുക്ക് അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കഞ്ഞിയുടെ കാര്യം മരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ കൂട്ടാന്നറിയോ? അത് എന്തൊക്കെ ചെയ്യാന്നറിയോ? എന്തൊക്കെ ചെയ്യാൻ അതിന് കഞ്ഞിയുടെ കാര്യമൊക്കെ അറിയില്ല. ഇതൊക്കെ തന്നെയാണ് കർക്കിടക സംക്രാന്തിക്കുള്ള പ്രധാനങ്ങൾ. പിന്നെ നമ്മൾ 1-ാം തീയതി മുതൽ രാമായണ വായന പ്രധാനമാണ്. വീട് നന്നാവും. പ്രത്യേകിച്ച് അത് വായിക്കാൻ സമയമൊക്കെ ഉണ്ടോ? വായിക്കുന്ന സമയം പിന്നെ രാമായണം ഊണ് കഴിഞ്ഞിട്ട് വായിക്കണമെന്നാണ് പറയുക. രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിഞ്ഞ്, അല്ലെങ്കിൽ രാവിലെ സന്ധ്യ നേരത്ത് വായിക്കരുത്. സന്ധ്യ നേരത്ത് ഹനുമാൻ സ്വാമി ഈശ്വരനെ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് രാമായണ വായന കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ സന്ധ്യ നേരത്ത് മൂപ്പരുടെ സന്ധ്യാവന്ദനം അതും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വായിച്ചതിന് ഫലം കിട്ടില്ല. എന്നാൽ രാത്രി വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. എത്രയോ ആൾക്കാർ വായിക്കില്ല. ഞാൻ ദിവസം സുന്ദരകാന്ഡം വായിക്കും. അപ്പം നമ്മൾ മുഴുവൻ വായിച്ചു തീർക്കണം എന്നുണ്ടോ? അങ്ങനെ കമ്പോടുന്നുണ്ട്. അങ്ങനെ ഒരു മാസം, കർക്കിടക മാസം 31 തീയതിയാണെന്ന് വിചാരിച്ചാൽ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിയണം ഈ വായന. 6 കാണ്ഡം. മറ്റു പിന്നെ ഉത്തരരാമായണം ഉണ്ട്, അത് ദുഃഖത്തിൻ്റെ കഥയായി ഞാൻ വായിക്കാറില്ല. എന്നോട് തോട്ടം തിരിഞ്ഞ് വായിക്കേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ അത് സീതയെ ഉപേക്ഷിക്കലും അതൊക്കെയാണ്. ഇവർ നന്നായിരിക്കണ ആ സമയം വരെ ഞാൻ വായിക്കും. അതായത് രാമായണം 6 കാണ്ഡേ ഞാൻ വായിക്കുള്ളൂ. ബാലകാന്ഡം, പിന്നെ അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഈ 6 കാണ്ഡേ ഞാൻ വായിക്കാറുണ്ട്. ഈ 6 കാണ്ഡത്തിൻ്റെ അവസാനമാകുമ്പോൾ അവരൊക്കെ കൂടി ലങ്കയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഇരിക്കണം. ആ സമയം വരെ അന്ന് ലോകത്തിൽ ആർക്കും ദുഃഖമില്ല, അതുവരെ വായിക്കാറുള്ളൂ. പിന്നെ ഉത്തരരാമായണം 3 കാണ്ഡുണ്ട്. അത് ഒരു പ്രാവശ്യം കഥ മനസ്സിലാവാൻ വായിച്ചു, പിന്നെ ഞാൻ വായിക്കാറില്ല. അത്രയ്ക്ക് അത് ഞാൻ വായിക്കുകയും ചെയ്യും. കമ്പോടും 31 ദിവസം കൊണ്ട് കമ്പോടും. ഭാഗവതം കമ്പോടി 1 മാസം കൊണ്ട് ഞങ്ങൾ 4 വർഷം കൂടി വായിച്ചു. പിന്നെ എങ്ങനെ കർക്കിടകത്തില് പിന്നെ നമ്മൾ എന്തൊക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? 10 ദിവസങ്ങളിൽ എന്തോ 10 ഇല കഴിക്കാന്ന് പറയില്ലേ? ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തോ 10 ഇല കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ. 10 ദിവസത്തിന്റെ ഉള്ളിലല്ല, 7 ദിവസത്തിന്റെ ഉള്ളിൽ കഴിക്കണം. അങ്ങനെയാണോ? അതെങ്ങനെയാ? അതിന്റെ 10 ഇല അങ്ങനെ ഇലക്കറി മുരിഞ്ഞ പാടില്ല. ബാക്കിയുള്ള എല്ലാം 7 ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം കഴിക്കാം. 10 ഇല വെക്കുക. അതിൽ കഞ്ഞിത്തുവ, പല തൂവകളൊക്കെ ഉണ്ടായില്ലേ. ഏതൊക്കെ ഇലകളാന്ന് അറിയാം? ഏതൊക്കെ ഇലകളാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുക? ഇല, കുമ്പളത്തിന്റെ ഇല, താളിന്റെ ഇല, ചേമ്പിന്റെ ഇല, പിന്നെ മറ്റേത് എന്താ പറയാ, നല്ല ചുവന്നതില്ലേ കഞ്ഞിത്തുവ. നമ്മൾ പണ്ട് കൂട്ടാൻ വെച്ചിരുന്നല്ലോ കഞ്ഞിത്തുവ. പിന്നെ 5 ഇലയും കൂടി കിട്ടണം. എല്ലാം ഇലയ്ക്ക് വല്ല വിഷമമുണ്ടോ? എന്തെങ്കിലുമൊക്കെ കൂട്ടും. മുരിങ്ങയുടെ ഇല പാടില്ല അല്ലേ? മുരിങ്ങ ഒരു വിധം വീട്ടിലൊന്നും കർക്കിടക മാസത്തിൽ വെക്കില്ല മുരിങ്ങ. പക്ഷേ ഇപ്പം പുതിയ പരിഷ്കാരം കേൾക്കുന്നുണ്ട്. 1-ാം തീയതി വെച്ചാൽ എന്നും വെക്കാം. കേൾക്കാറില്ലേ? ചിലരൊക്കെ വെക്കും, ഞങ്ങൾ വെക്കാറില്ല. അതെന്താ കാരണം വെച്ചാൽ ഈ മുരിങ്ങയുടെ എല്ലാം ശ്രീപാർവതിയുടെ ചെറുതാലി എത്ര പറയണേട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെക്കാം. ഒരിലയും കളയാണ്ട് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു ദോഷമില്ല. ഒരിലയും കളയാണ്ട് നമുക്ക് പറ്റും മുരിഞ്ഞ വെക്കാം. ഒരിലെങ്കിലും നമ്മളതിന് പോവില്ലേ. അപ്പം ഞങ്ങൾ വെക്കാറില്ല. അങ്ങനെയാണ് കർക്കിടകത്തിലെ ആചാരങ്ങൾ അല്ലേ? തവിഴാമ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, കണ്ടിട്ടില്ലേ? തവിഴാമ. ആ തവിഴാമയുടെ എല്ലാം കൂട്ടണം. അതന്നെ. പിന്നെ ഈ നെയ്ക്കുനിപ്പ പറഞ്ഞിട്ടൊന്നുണ്ട്, അതിൻ്റെ എല്ലാം കൂട്ടണം. അതൊന്നും ഈ പ്രദേശത്തൊന്നും കാണാറേയില്ല. ഞാൻ കണ്ടറിയും, കണ്ടാൽ ഞാനൊക്കെ അറിയും. നെയ്ക്കുനിപ്പ കണ്ടിട്ടില്ലേ? ഒരു ചുവന്ന തണ്ടൊക്കെ ആയിട്ട് വരുന്നത്, അത് കൂട്ടും. അപ്പം 8 ആയി. പിന്നെ 2 ഇലയും കൂടി കിട്ടും. 2 ഇല കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഇല നുള്ളി ഇടുകയും എന്നിട്ട് 10 ഇല കൂട്ടി അസലായിട്ട് കടുക് വറുത്തിടുക. എന്നാൽ
അത് വയ്ക്കും. കുറച്ച് നല്ലോണം ഉണ്ടെങ്കിലും വെച്ചാൽ ഇത്തിരി ഉണ്ടാവും. എന്നിട്ട് അത് വറുത്തിട്ടിട്ട് കുട്ടുക. ഈ 7 ദിവസമാണ് കൊടിയാഴ്ചകൾ. കൊടിയാഴ്ച 7 ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം വെച്ചാൽ മതി. അത് ചൊവ്വയും വെള്ളിയാഴ്ച പ്രധാനം. അങ്ങനെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളൊക്കെ വയ്ക്കല്. അതിന് എല്ലാ ഇലയൊന്നും കിട്ടില്ല. അപ്പോഴേ ആ തൊടിയിൽ ഇപ്പം എന്തായാലും ഒന്ന് കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രീ ഭഗവതിക്ക് വെക്കുന്ന ആ ആചാരം എന്താണ്? ആചാരം നല്ലത് വരാൻ. അത്രേ ഉള്ളൂ. അതെങ്ങനെ 10 ദിവസം പലകിടമുള്ള? അത് 32 ദിവസം എത്ര തീയതി ഉണ്ട് അത്ര വെക്കണവരുണ്ട്. ഞാൻ ശരിക്കും 12 ദിവസമേ വെക്കാറുള്ളൂ. ഒക്കെ വെക്കും. എന്തൊക്കെയാ ചെയ്യാ? എന്തൊക്കെയാ വെക്കുക? അതിൽ ദശപുഷ്പം മാത്രം. ദശപുഷ്പങ്ങൾ അല്ലേ? താളിൻ്റെ ഇലയിൽ പൊതിയണം. താളിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അവിടെ നാളേക്ക് ഇന്നുണ്ടാക്കി വെക്കും. രാവിലെ നമ്മൾ കുളിച്ച് വന്നിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ വിളക്കൊത്തി വെച്ചതിൻ്റെ ശേഷം ഈ താളിൻ്റെ ഇല മൂർത്തിയിട്ട് ഇട്ട് വെക്കും. അങ്ങനെയൊക്കെ അല്ലേ? എന്നിട്ട് പലകയുടെ മുകളിൽ വെക്കുക. പലകയുടെ മുകളിൽ ഇവരെയൊക്കെ വെക്കണ വളത്തിൻ്റെ ഒക്കെ അടുത്ത് മൂർത്തി വെക്കും. സന്ധ്യക്ക് എടുത്തിട്ട് കളയും. ഇതിപ്പോ കിഴക്കാണത്തെ ഭഗവാന്മാർ അവിടെ നിങ്ങളല്ലേ അപ്പം ഇങ്ങനെ വെക്കണം. അങ്ങനെ വെക്കാം. അങ്ങനെ സന്ധ്യക്ക് എടുത്തിട്ട് കളയും. പിറ്റേ ദിവസം വീണ്ടും വെക്കും. അത് പിറ്റേ ദിവസം നമ്മൾ കുളിച്ച് വരുമ്പോൾ കുളിച്ച് വന്നാൽ നിർമാല്യം വരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിർമാല്യമായി അത് പിറ്റേത്തേക്ക്. അപ്പം അത് കളയും. കർക്കിടകത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത്തരം ആചാരങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇത്തരം ആചാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നല്ല കർക്കിടകവും ഒരു നല്ല ഭാവിയും എല്ലാവർക്കും ആശംസിക്കുന്നു.